ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അകത്ത് പറഞ്ഞു തുടങ്ങി. ബോസ് ഇപ്പോൾ UK കൊണ്ടുപോയ പെൺകുട്ടിയില്ലേ, അവൾ തിരുവനന്തപുരം MR ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. വർഷം 1-2 കഴിഞ്ഞെന്ന് തോന്നുന്നു ആ കുട്ടി അവിടെ. ഞാൻ ഈയിടെയാണ് ഇതൊക്കെ അറിഞ്ഞത്. അതും റോഹന്റെ കൂടെ ഒരിക്കൽ തിരുവനന്തപുരം MR ഹോസ്പിറ്റലിൽ പോയപ്പോൾ. അതിനുശേഷം രോഹനും ഞാനുമാണ് അവിടെ ICUവിൻ്റെ അടുത്ത് നിൽക്കുക. അങ്ങനെ ഒരു ദിവസമാണ് തങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയും ഒരു വൃദ്ധനും കരയുന്നത് കണ്ടത്. അല്പസമയം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി തൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് അകത്ത് കിടക്കുന്നുണ്ടെന്ന്. ഓപ്പറേഷൻ ചെയ്യാൻ പണമില്ലാത്തതിൻ്റെ വേദനയിൽ ഇരിക്കുകയായിരുന്നു പെൺകുട്ടിയും ആ വൃദ്ധനും. അല്പസമയം കഴിഞ്ഞതും റോഹൻ എന്നെയും കൂട്ടി പുറത്തേക്ക് പോയി. ആരോടൊക്കെയോ റോഹൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്നോ വിശ്വസിക്കാൻ കഴിയുന്നവളെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. തിരിച്ച് അവൻ എന്നെയും കൂട്ടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. 25 ലക്ഷം രൂപ തരാം, ഭാര്യയായി അഭിനയിക്കാമോ എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചു രോഹൻ. ആ വൃദ്ധൻ എതിർത്തെങ്കിലും ആ പെൺകുട്ടി സമ്മതിച്ചു. കാര്യം അവൾക്ക് അവളുടെ അമ്മയുടെ ജീവനായിരുന്നു വലുത്. 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കും. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. 25 ലക്ഷം രൂപ അന്ന് രാത്രി തന്നെ പെൺകുട്ടിക്ക് കൈമാറി. പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ ഓപ്പറേഷൻ സക്സസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പെൺകുട്ടിയുമായി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. നേരെ പോയത് ഹോട്ടലിലേക്കാണ്. അന്ന് അവിടെ താമസിച്ചു രാവിലെ ചെന്നൈക്ക് വരാം എന്നാണ് കരുതിയത്. എന്നാൽ പ്രതീക്ഷിക്കാതെ ബോസ് രോഹനെ വിളിച്ചു. ഇന്ന് തന്നെ പെൺകുട്ടിയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ രോഹനാണ് ആ പെൺകുട്ടിയുമായി ബോസിൻ്റെ അടുത്തേക്ക് പോയത്. തിരിച്ച് രോഹൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവമെന്ന്. അവനാണ് കാര്യങ്ങളുടെ ഏകദേശ രൂപം പറഞ്ഞു തന്നത്. ബോസിന് 1 വർഷത്തേക്ക് ഒരു ഭാര്യയെ വേണമെന്ന്. അതിനുവേണ്ടിയാണ് ആ പെൺകുട്ടിയെ വില കൊടുത്തു വാങ്ങിയതെന്ന്. 1 വർഷം കഴിയുന്നത് വരെ ആ പെൺകുട്ടിക്ക് അവളുടെ വീട്ടുകാരുമായി ഒരു ബന്ധമോ സ്വന്തമായി അഭിപ്രായങ്ങളോ ഉണ്ടാകില്ലെന്ന്. ഹർഷൻ എന്താണ് പറയുന്നത് അത് അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൾ. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. നീ ഇപ്പോൾ ഹർഷന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ആ പെൺകുട്ടിയാണ് ഓർത്തത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എഗ്രിമെൻ്റ് കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ആട്ടെ, ഈ പെൺകുട്ടിയുടെ വീട് എവിടെയാണ്? താൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇപ്പോൾ അകത്തിൻ്റെ വായിൽ നിന്ന് വീണതെന്ന് അർജുൻ അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞെട്ടലൊന്നും അവനുണ്ടായിരുന്നില്ല. അതൊന്നും എനിക്കറിയില്ല. രോഹന് വ്യക്തമായി അറിയാമായിരിക്കും. പക്ഷേ റോഹൻ പറയില്ല. നിനക്കറിയാവുന്നതല്ലേ രോഹനും ബോസും തമ്മിലുള്ള ബന്ധം? വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല, ഈ പെൺകുട്ടിയുടെ പേരെന്ത്? ഒന്നും അറിയാത്ത മട്ടിൽ വീണ്ടും അർജുൻ അവനോട് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് ആ പെൺകുട്ടിയല്ലേ? ബോസ് ഒറിജിനലായി കല്യാണം കഴിച്ചോ? അർജുൻ പെൺകുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ തിരിച്ച് അകതും ചോദിച്ചു. ആ കഴിഞ്ഞു. അല്ല, ആ പെൺകുട്ടിയുടെ പേരെന്ത്? അർജുൻ വിടാൻ ഭാവമില്ല. അനിമയ. അല്ലല്ല, അഭിനയ. അതാണ് ആ പെൺകുട്ടിയുടെ പേര്. ഹർഷൻ എവിടെ? തങ്ങളുടെ അടുത്തേക്ക് എത്തിയവനോട് മാധവൻ പകപ്പോടെ ചോദിച്ചു. അകത്തിനോട് സംസാരിച്ചതിന് ശേഷം അവനെ ഓഫീസിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് അർജുൻ നേരെ വന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ICUവിൻ്റെ മുന്നിലേക്ക് അർജുൻ വന്നതും മാധവൻ തിടുക്കത്തോടെ അർജുനോട് ചോദിക്കുകയായിരുന്നു. എന്തെന്നാൽ ഹർഷനെയും കൊണ്ട് അർജുൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷ മാധവനും രാജേന്ദ്രനും ഉണ്ടായിരുന്നു. തനിച്ചു വരുന്ന അർജുനെ കണ്ടതും രണ്ടുപേരുടെയും മുഖം വാടിയിരുന്നു. ഫ്ലൈറ്റ് പോയി. അർജുൻ ICUവിൻ്റെ മുന്നിലായുള്ള സീറ്റിലേക്ക് പോയിരുന്നു കൊണ്ട് അവരോട് പറഞ്ഞു. പോയെന്ന് പറഞ്ഞാൽ? ചോദ്യഭാവത്തോടെ വീണ്ടും മാധവൻ അവനെ നോക്കി. പോയെന്ന് പറഞ്ഞാൽ അവൻ UK പോയി. ഇനി 6 മാസം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. അർജുന് പറയുമ്പോൾ എന്തൊക്കെയോ ഹർഷനോട് ദേഷ്യം തോന്നിയിരുന്നു. അതവൻ്റെ വാക്കുകളിലും പ്രകടമായി. അപ്പോൾ അകത്ത് കിടക്കുന്ന കൊച്ചോ? പറയുന്നതിനോടൊപ്പം മാധവൻ ICUവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. അവൻ അവൻ്റെ ഭാര്യയെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, പിന്നെന്തിന് അച്ഛൻ ടെൻഷൻ അടിക്കണം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ നേരെ നന്ദനത്തിൽ കൊണ്ടുവിടണം, അത്ര തന്നെ. തെല്ല് ലാഘവത്തോടെയായിരുന്നു അർജുൻ്റെ സംസാരം. ആ കൊച്ചിനോട് പറയാതെ അവൻ പോയോ? പിന്നെ എന്ത് പ്രണയമാണ് അവർ തമ്മിൽ ഉണ്ടായത്? ഈ 6 മാസം ആ കൊച്ചു തനിച്ച് വീട്ടിലെങ്ങനെ? അർജുൻ നിസ്സാര മട്ടിൽ കാര്യം പറഞ്ഞതും മാധവൻ വീണ്ടും ചോദിക്കുകയായിരുന്നു. അതുണ്ടെങ്കിലല്ലേ? എൻ്റെ അച്ഛാ, അവർ രണ്ടുപേരും തമ്മിൽ 1 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ കല്യാണം കഴിച്ചതാ. പിന്നെ അവരുടെ ഇടയിൽ എവിടെ പ്രണയം വന്നു? അർജുൻ പറഞ്ഞു കഴിഞ്ഞതും മാധവനും രാജേന്ദ്രനും പരസ്പരം നോക്കിപ്പോയി. എന്തെന്നാൽ അർജുൻ പറയുന്നത് എന്താണെന്ന് 2 പേർക്കും വ്യക്തമായില്ല. നീ എന്തൊക്കെയാടാ പറയുന്നത്? കരാറടിസ്ഥാനത്തിൽ കല്യാണം കഴിച്ചെന്നോ? മാധവൻ്റെ ശബ്ദത്തിൽ അതിശയവും കലർന്നു. കേട്ട വാർത്ത അങ്ങനെയുള്ളതല്ലേ? അതെ അച്ഛാ.
25 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് അകത്ത് കിടക്കുന്ന പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ചതാണ് ഹർഷൻ. പിന്നീട് അകത്ത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഹർഷൻ രാജേന്ദ്രനോടും മാധവനോടും പറയുകയായിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞതും തളർച്ചയോടെ അർജുൻ്റെ തൊട്ടപ്പുറമുള്ള സീറ്റിലേക്ക് മാധവനും ചെന്നിരുന്നു. പിന്നീട് കുറച്ചു സമയത്തേക്ക് 3 പേരുടെ ഇടയിലും മൗനം തളം കെട്ടി നിന്നു. ഇങ്ങനെ മൗനമായിരുന്നിട്ട് കാര്യമില്ല, അടുത്തതെന്താണ്, അത് ചിന്തിക്ക്. മൗനത്തെ ഭേദിച്ചുകൊണ്ട് രാജേന്ദ്രൻ കാര്യത്തിലേക്ക് കടന്നു. ഇത്രയും നേരം അച്ഛനും മകനും സംസാരിക്കുന്നതിനിടയിൽ രാജേന്ദ്രൻ ഒന്നും മിണ്ടിയിരുന്നില്ല. എന്തെന്നാൽ ഈ സംശയം അർജുൻ മുന്നേ രാജേന്ദ്രനോട് പറഞ്ഞിരുന്നു. അതുമല്ല, അഭിയുടെ വീട് കണ്ണൂരാണെന്ന് പറഞ്ഞപ്പോൾ അറിയുന്നവരെ കൊണ്ട് അർജുൻ അന്വേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടി ആ നാട്ടിൽ ഇല്ലെന്നറിഞ്ഞതും അപ്പോൾ തൊട്ട് അർജുനും സംശയമായി. അത് രാജേന്ദ്രനുമായി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അവൻ. പക്ഷേ ഇവരുടെ ഇടയിൽ 25 ലക്ഷം രൂപയുടെ കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുമല്ല, ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ രാജേന്ദ്രനും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചിന്തിക്കാൻ? അകത്ത് കിടക്കുന്ന പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം, അത്ര തന്നെ. സിമ്പതി മാറി മാധവന്റെ ശബ്ദത്തിൽ ഗൗരവം വന്നു. ഒപ്പം ഹർഷനോട് തോന്നിയ അതേ ദേഷ്യം അവളോടും തോന്നിപ്പോയി മാധവന്. 25 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന ചരക്കായി വന്നവളല്ലേ? ഇത്രയും ദിവസം തങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ രണ്ടുപേരും? കൊണ്ടുവിടാനോ? അവൻ നന്ദിനിയെ ഏൽപ്പിച്ചു പോയതല്ലേ അവളെ? മാധവൻ പറഞ്ഞതും രാജേന്ദ്രൻ തിരിച്ചു ചോദിച്ചു. അവന്റെ സ്വന്തം ഭാര്യ ഒന്നുമല്ലല്ലോ. ഇനി ആ കഴുത്തിലുള്ള താലിയും നെറുകയിലുള്ള സിന്ദൂരവും എല്ലാം അവൻ അണിയിച്ചതായിരിക്കുമോ? എന്തായാലും ആ പെൺകുട്ടിയെ ഇനി നന്ദനത്തിലേക്ക് വേണ്ട. തീർപ്പുണ്ടായിരുന്നു മാധവന്റെ വാക്കുകളിൽ. ഹർഷനോട് ഒരു വാക്ക് ചോദിക്കാതെ എങ്ങനെയാ? വീണ്ടും രാജേന്ദ്രൻ ചോദിച്ചു. അവനോട് ഞാൻ പറഞ്ഞോളാം. ഇനിയും ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ വയ്യ, വെറുതെ തലവേദനയ്ക്ക് നിൽക്കേണ്ട. ആ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാം. വീണ്ടും ഉറച്ച വാക്കുകളോടെ മാധവൻ പറഞ്ഞു. ഒരിക്കൽ കൂടി രാജേന്ദ്രൻ വീണ്ടും മാധവനോട് ചോദിക്കാൻ തുടങ്ങിയതും അർജുൻ ഇടപെട്ടു. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഒരു വർഷത്തേക്ക് അവൾ നിയമപരമായി ഹർഷന്റെ ഭാര്യയാണ്. ആ ഒരു വർഷം അവൾ നന്ദനത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അവളെ പറഞ്ഞയക്കാം. പിന്നെ അവർ തമ്മിലുള്ള എഗ്രിമെന്റ് നമ്മൾ അറിഞ്ഞു എന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് അഭിയും ഹർഷനും. പിന്നെ ഈ കാര്യം നമ്മളുടെ 3 ആളുടെയും ഇടയിൽ മാത്രം നിൽക്കണം. അമ്മയോ നന്ദിനി അമ്മയോ ആരും അറിയാൻ പാടില്ല. 6 മാസം കഴിഞ്ഞാൽ അവൻ വരുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ആ അകത്ത് കിടക്കുന്നവൾ വിൽപ്പന ചരക്കായത് സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ. പറയുന്നത് നിർത്തിക്കൊണ്ട് മാധവനെ ഗൗരവത്തോടെ ഒന്ന് നോക്കി അർജുൻ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും മാധവനും രാജേന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ അർജുൻ പറഞ്ഞതാണ് ശരിയെന്ന് അവർക്കും തോന്നി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അഭിയെ ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിരുന്നു. വാർഡിലേക്ക് മാറ്റിയപ്പോൾ മീനാക്ഷി അവൾക്ക് കൂട്ടുനിന്നു. മാധവൻ നന്ദിനിയുടെ അടുത്തും. അർജുനും രാജേന്ദ്രനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഹർഷനും അഭിയും തമ്മിലുള്ള എഗ്രിമെന്റ് ഒന്നും തങ്ങൾ അറിഞ്ഞതായി അവർ ഭാവിച്ചില്ല. നന്ദനത്തിലേക്ക് വന്നതിന് ശേഷം അഭി ഇതുവരെ ആരോടും കൂടുതൽ സംസാരിച്ചിരുന്നില്ല. അതേ മൃദുത്വം തന്നെ അവൾ ഇപ്പോഴും തുടരുന്നു. ഇപ്പോഴും അവനോടുള്ള ഭയം അവൾക്കുണ്ട്. തന്നിൽ നിന്ന് തെറ്റായി എന്തെങ്കിലും സംഭവിച്ചാലോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഹർഷനെ കാണാത്തതിലുള്ള ആശ്വാസം ഈ 2 ദിവസമായി അവൾക്കുണ്ട്. അന്നത്തെ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും പെണ്ണിന് ഭയമാണ്. രാത്രിയിൽ അവന്റെ ക്രോധമായ മുഖം അവളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് തവണ ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട് അഭി. അത്രയും അവൾ ഭയക്കുന്നുണ്ട് ഹർഷനെ. ഒരു അമ്മയെപ്പോലെ തന്നെ മീനാക്ഷി അവളെ പരിപാലിച്ചു. മീനാക്ഷിയുടെ സാമീപ്യം ഒരു തരത്തിൽ അവൾക്ക് ആശ്വാസവും നൽകി. നന്ദിനി അഭിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചെറിയ പനി ആയതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നാണ് മാധവൻ പറഞ്ഞത്. പനി ആയതുകൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് വരാൻ അഭിക്ക് കഴിയില്ലെന്നും മാധവൻ നന്ദിനിയെ ധരിപ്പിച്ചിരുന്നു. ഒരാഴ്ച കൊണ്ട് നന്ദിനി അഭിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. 2-3 ദിവസമായി അവളെ കാണാത്തതിലുള്ള വിഷമം നന്ദിനിക്കുണ്ട് താനും. അത് ഇടയ്ക്കിടയ്ക്കുള്ള അഭിയെക്കുറിച്ചുള്ള സംസാരത്തിൽ നിന്ന് മാധവൻ മനസ്സിലാക്കുന്നുമുണ്ട്. ഇന്ന് ഡിസ്ചാർജായി അഭി നന്ദനത്തിലേക്ക് വരികയാണ്. ഇപ്പോഴും മീനാക്ഷിയും രാജേന്ദ്രനും അർജുനും തന്നെയാണ് അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയതിനു ശേഷം മാധവൻ അവളെ കാണാൻ പോയിട്ടില്ല. എന്തോ അദ്ദേഹത്തിന് ഇപ്പോഴും അവളോട് തോന്നിയ നീരസം മാറിയിട്ടില്ല. അവരവിടുന്ന് ഇറങ്ങിയോ ഏട്ടാ? രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ചെറു വർത്തമാനത്തിൽ ഇരിക്കുകയാണ് മാധവനും നന്ദിനിയും. നന്ദിനിക്ക് അഭിയെ കാണുവാൻ തിടുക്കമായി. എന്നാൽ നന്ദിനി ചോദിച്ചതിന് അമർത്തി ഒന്ന് മൂളിയതേയുള്ളൂ മാധവൻ. എനിക്ക് കുട്ടിയെ കാണാത്തതിൽ വല്ലാത്ത പരവേശം തോന്നുന്നു ഏട്ടാ. ഒരാഴ്ചയായെങ്കിലും അവളെ കാണുമ്പോൾ എനിക്ക് ദച്ചുവിനെയാണ് ഓർമ്മ വരുന്നത്. എന്റെ മോളുണ്ടായിരുന്നെങ്കിൽ അഭിയുടെ പ്രായം തന്നെ ആകുമായിരുന്നില്ലേ? ഒരു നിമിഷം നന്ദിനിയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു.
അത് മനസ്സിലാക്കിയതും വേഗത്തിൽ മാധവൻ അത് തടഞ്ഞു. എന്തെന്നാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നന്ദിനിയുടെ മനസ്സ് ഒരിക്കലും വിഷമിക്കാൻ പാടില്ലെന്ന്. നീ വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിക്കാതെ. ദേ, അവർ ഇപ്പോൾ എത്തും. വേഗം വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു മാധവൻ. അതേസമയം തന്നെയാണ് പുറത്ത് അർജുന്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവരെത്തിയെന്ന് തോന്നുന്നു, മാധവൻ പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. വേഗം പുറത്തേക്ക് പോകാൻ നിന്നതും നന്ദിനി പിന്നിൽ നിന്ന് വിളിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ മാധവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് മോളോട് ഒന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറയണേ. നിറഞ്ഞ സ്നേഹമായിരുന്നു ആ അമ്മയുടെ വാക്കുകളിൽ. അഭിയെ കാണുവാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് നന്ദിനി എന്ന് മാധവന് മനസ്സിലായി. എന്തോ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് പൊള്ളി. തന്റെ പെങ്ങളുടെ സന്തോഷം നിറഞ്ഞ മുഖം അഭിയെ എത്രമാത്രം നന്ദിനി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം ഒരു വർഷത്തേക്ക് മാത്രമല്ലേ നൽകാൻ കഴിയൂ? ഒരു വേള തന്റെ പെങ്ങളെയും അവൻ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചൊന്ന് നീറി. നന്ദിനിയെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നന്ദിനിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അഭിയെയും താങ്ങിപ്പിടിച്ച് അർജുനും മീനാക്ഷിയും വരുന്നത് അകത്തുനിന്ന് മാധവൻ കാണുന്നുണ്ടായിരുന്നു. പിറകിലായി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന സഞ്ചിയും മറ്റും എടുത്ത് രാജേന്ദ്രനും. അകത്തേക്ക് കയറിയതും മാധവനെ കണ്ടതും അഭി അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ തിരിച്ച് ഗൗരവമേറിയ മുഖമായിരുന്നു മാധവനിൽ നിന്ന് അവൾക്ക് നേരിട്ടത്. ഒരു നിമിഷം പുഞ്ചിരി തൂകിയ അവളുടെ മുഖം വാടിയിരുന്നു. നന്ദിനിയെ കണ്ടിട്ട് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് അഭിയെ മീനാക്ഷി കൊണ്ടുപോകാൻ ഒരുങ്ങിയതും ഗൗരവത്തോടെയായിരുന്നു മാധവന്റെ പറച്ചിൽ. പിന്നെ ഒട്ടും താമസിച്ചില്ല. മീനാക്ഷി അഭിയെയും കൊണ്ട് നന്ദിനിയുടെ റൂമിലേക്ക് നടന്നു. കയ്യിലുള്ള സഞ്ചിയൊക്കെ ലിവിംഗ് റൂമിന്റെ ഒരു ഭാഗത്തായി അടുക്കി വെച്ച് രാജേന്ദ്രൻ മാധവനെ നോക്കി. അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു മാധവൻ. നീ എന്താടാ ഇങ്ങനെ? നിന്നോട് പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞതായി ഭാവിക്കേണ്ടെന്ന്? ആ കുട്ടി അതിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത്. അവളുടെ മുന്നിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അല്ലാതെ മനഃപൂർവ്വം ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല ആ കുട്ടി വന്നത്. അതിന്റെ നിസ്സഹായ അവസ്ഥയാ അതിനിവിടം വരെ കൊണ്ടെത്തിച്ചത്. അതിനോട് പിണങ്ങിയിട്ട് കാര്യമില്ല. വന്നപ്പോൾ തൊട്ട് മാധവന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന രാജേന്ദ്രൻ താക്കീതുപോലെ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം അറിഞ്ഞുവെച്ച് സ്നേഹത്തോടെ പെരുമാറാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. തികച്ചും പുച്ഛത്തോടെയായിരുന്നു മാധവന്റെ സംസാരം. വേണ്ട, സ്നേഹത്തോടെ സംസാരിക്കേണ്ട. മുഖം കടുപ്പിക്കാതെ ഒന്നിരുന്നാൽ മതി. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അർജുൻ പറഞ്ഞു. ശ്രമിക്കാം, അത്രേ എന്നെക്കൊണ്ട് പറ്റൂ. അത്രയും പറഞ്ഞുകൊണ്ട് മാധവൻ തന്റെ റൂമിലേക്ക് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ രാജേന്ദ്രനും അർജുനും പരസ്പരം നോക്കി നിന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേ അഭി കണ്ടു തന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന നന്ദിനിയെ. വാ മോളെ, അമ്മയുടെ അടുത്തേക്ക് വാ. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും നിറഞ്ഞ പുഞ്ചിരിയോടെ നന്ദിനി തന്റെ അടുത്തേക്ക് അവളെ ക്ഷണിക്കുകയായിരുന്നു. നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സന്തോഷം കൊണ്ടാകാം. ചുണ്ടിൽ പുഞ്ചിരിയും കണ്ണുകളിൽ നീർത്തുള്ളിയും കാണുമ്പോൾ ആ അമ്മയുടെ സന്തോഷം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാകും. മീനാക്ഷി പതിയെ അഭിയെയും കൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ കുട്ടി, ആകെ കോലം കെട്ടല്ലോ നീയ്. പറയുന്നതിനോടൊപ്പം അഭിയെ മൊത്തത്തിൽ നോക്കുകയും ചെയ്തു നന്ദിനി. നല്ല പനിയായിരുന്നില്ലേ? അതാ. ഇനിയിപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ ആള് നന്നാവും. പ്രത്യേകം ഡോക്ടർ പറഞ്ഞതുമാ ഭക്ഷണത്തിൽ ഒരു കുറവും വരുത്തതെന്ന്. നന്ദിനിക്കുള്ള മറുപടി മീനാക്ഷിയാണ് കൊടുത്തത്. ഒപ്പം അഭിയുടെ മുടിയിൽ വാത്സല്യത്തോടെ തഴുകുന്നുമുണ്ട് മീനാക്ഷി. ദേ, നന്നായി റെസ്റ്റ് എടുത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചാൽ നന്നാവും. ഇല്ലെങ്കിൽ ഹർഷൻ വന്നാൽ എനിക്കായിരിക്കും വഴക്കു കൊള്ളുക. അവൻ എന്നെ ഏൽപ്പിച്ചു പോയതല്ലേ? ഒരു താളത്തിൽ നന്ദിനി പറഞ്ഞതും പെട്ടെന്ന് ഹർഷന്റെ പേര് കേട്ട് പെണ്ണ് പേടിച്ചു വിറച്ചു. എന്തെന്നാൽ 1-2 ദിവസത്തേക്ക് ആ ആളെയും ആ പേരിനെയും അവൾ മറന്നിരുന്നു. വീണ്ടും മനസ്സിലേക്ക് ആ മുഖം കടന്നു വന്നതും പഴയ രാത്രികളാണ് അവൾക്ക് ഓർമ്മ വന്നത്. മനസ്സും ശരീരവും ഒരുപോലെ വേദനിച്ച രാത്രിയെക്കുറിച്ച്. മതി സംസാരിച്ചത്, ഇനി പിന്നീടാവാം. ഭക്ഷണം കഴിച്ചു മോൾക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാ. ഹർഷന്റെ പേര് പറഞ്ഞതും അഭിയുടെ മുഖത്തുണ്ടായിരുന്ന മാറ്റം മീനാക്ഷി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം മാറ്റുവാനായി മീനാക്ഷി വേഗം ഇടപെട്ടു. എന്നാൽ മോള് പോയി റെസ്റ്റ് എടുക്ക്. നമുക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ 6 മാസം മുന്നിലുണ്ടല്ലോ. ക്ഷീണമൊക്കെ മാറട്ടെ, നമുക്ക് രണ്ടാൾക്കും അടിച്ചു പൊളിക്കാന്നേ. നിറഞ്ഞ ആവേശത്തോടെ പറയുന്ന നന്ദിനിയെ ചെറുപുഞ്ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു അഭി. ഒരുപാട് ആഗ്രഹങ്ങൾ നന്ദിനിയുടെ മനസ്സിലുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒപ്പം നന്ദിനിയുടെ സ്നേഹം കാണുമ്പോൾ അവളുടെ അമ്മയെയും അവൾക്ക് ഓർമ്മ വന്നു. വാ മോളെ, മീനാക്ഷി വിളിച്ചതും പതിയെ നന്ദിനിയുടെ അരികിൽ നിന്ന് അഭി എഴുന്നേറ്റു. ഒപ്പം നിറഞ്ഞു തുളുമ്പാറായ കണ്ണുനീർ നന്ദിനി കാണാതെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു അവൾ. എന്നാൽ അത് വ്യക്തമായി മീനാക്ഷി കാണുകയും ചെയ്തു.